ഹായ് ഗൈസ്, വെൽക്കം ടു ജിപോഡ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 3 ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. വളരെ സിമ്പിൾ ആയുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. റെഡി ആണല്ലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 4 ടൈപ്പുകളാക്കി മാറ്റാറുണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ്, മൂന്നാമത് ക്രോണോളജിക്കൽ, നാലാമത്തത് ജോഗ്രഫിക്കൽ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ സെക്സ്, അതേപോലെ തന്നെ ഇൻ്റലിജൻസ്, കളറ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ വരിക. ക്വാണ്ടിറ്റേറ്റീവിൽ വരികയാണെങ്കിൽ നിങ്ങൾ നമ്പർ വെച്ച് കണക്ട് ചെയ്യുന്നത്, ഏരിയ, വോളിയം, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ഫാമിലി, അതേപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ, ഏരിയ, വോളിയം, സോ എക്സെട്ര എക്സെട്ര. ഇനി അടുത്തത് ക്രോണോളജിക്കൽ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ മന്ത്, വീക്ക്, ഇയർ, 2-3 എക്സാമ്പിൾ ഞാൻ എഴുതുന്നില്ലേ, മന്ത്, ഈ വീക്ക്, ഇയർ, ഡേ, ഇങ്ങനത്തത് ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ജോഗ്രഫിക്കൽ ആണെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അതേപോലെ തന്നെ നാഷണാലിറ്റി, ഇതൊക്കെ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ സിമ്പിൾ ആണല്ലോ. ഈ 4 ടൈപ്പും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 വേരിയബിൾ ആൻഡ് 2 വേരിയബിൾ ക്ലാസിഫിക്കേഷൻ. ഒന്നുമില്ല, 1 വേ ക്ലാസിഫിക്കേഷൻ ആൻഡ് 2 വേ ക്ലാസിഫിക്കേഷൻ. 1 വേ ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ 1 വേരിയബിൾ. 2 വേയിലാണെങ്കിൽ ബേസ്ഡ് ഓൺ 2 വേരിയബിൾ. അതായത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളാണ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന 3 സ്ട്രീമും പഠിക്കുന്ന കുട്ടികളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വിചാരിച്ചു. അവിടെ നമ്മൾ ഒരൊറ്റ വേരിയബിൾ അല്ലേ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്തത്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അതായത് നിങ്ങളുടെ സ്ട്രീം വെച്ച്, ആ സ്ട്രീമാണ് ആ വേരിയബിൾ എന്ന് പറയുന്നത്. സ്ട്രീം വെച്ച് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ 1 വേരിയബിളെ യൂസ് ചെയ്തില്ലേ. ഇനി അതിൽ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ് സ്ട്രീം വെച്ചും അതേപോലെ തന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ളത്. അപ്പോൾ ബോയ്സ് ഒരു സെക്ഷൻ ആയിരിക്കും, ഗേൾസ് ഒരു സെക്ഷൻ ആയിരിക്കും. കൊമേഴ്സിലെ ബോയ്സ് ഉണ്ടാവും, ഹ്യൂമാനിറ്റീസിലെ ഗേൾസ് ഉണ്ടാവും, സയൻസിലെ ബോയ്സ് ഉണ്ടാവും, സയൻസിലെ ഗേൾസ് ഉണ്ടാവും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അവിടെ നമുക്ക് എന്താ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ 2 വേരിയബിൾ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, സ്റ്റുഡൻസ് ബൈ ദെയർ സ്ട്രീം ആൻഡ് സെക്സ്. അതായത് അവരുടെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കിയിട്ടും അതേപോലെ തന്നെ അവരുടെ സ്ട്രീം എന്ന് പറഞ്ഞാൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് 2 വേ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ് 2 ഫോൾഡ് ക്ലാസിഫിക്കേഷനും മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനും. 2 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഒന്നുമില്ല, ഡൈക്കോട്ടമി എന്ന് നമ്മൾ അതിന് പറയാം. 2 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആട്രിബ്യൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അക്കോർഡിംഗ് ടു 2 ഡിസ്ജോയിന്റ് ആട്രിബ്യൂട്ട്സ്. അതായത് ഇപ്പം ഒരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാം. ആ പോപ്പുലേഷനിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും നോൺ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അത് നമ്മൾ എന്താ ഈ സംഭവം നോൺ ബ്ലൈൻഡും ബ്ലൈൻഡും പോപ്പുലേഷനിൽ തന്നെ നമുക്ക് അങ്ങനെ എടുത്തൂടെ. അപ്പോൾ ഇതിൽ ബ്ലൈൻഡിൽ ഒരിക്കലും നോൺ ബ്ലൈൻഡ് വരൂല. അതാണ് നമ്മൾ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തത്. ഇതിലുള്ള ആളൊരിക്കലും ഇതിൽ വരൂല, തിരിച്ചും ഇതിലുള്ള ആളൊരിക്കലും ഇതിൽ വരൂല. അപ്പോൾ പോപ്പുലേഷൻ നമുക്ക് ഇങ്ങനെ 2 ഡിസ്ജോയിന്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അതിനാണ് നമ്മൾ 2 ഫോൾഡ് എന്ന് പറയുന്നത്. മാനിഫോൾഡ് ആണെങ്കിൽ ഈ ഡിസ്ജോയിന്റ് ക്ലാസ്സുകൾ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അതായത് ബ്ലൈൻഡ് തന്നെ നമ്മൾ എന്താക്കും, മെയിലും ആക്കും, ഫീമെയിലും ആക്കും. നോൺ ബ്ലൈൻഡ് തന്നെ എന്താക്കും, മെയിലും ആക്കും, ഫീമെയിലും ആക്കും. അതിലും ഡിസ്ജോയിന്റ്, അതായത് അതും ഡിസ്ജോയിന്റ് ആയിരിക്കും. കാരണം മെയിലിൽ ഒരിക്കലും ഫീമെയിൽ വരൂല, നോൺ ബ്ലൈൻഡിൽ ഒരിക്കലും മെയിൽ ബ്ലൈൻഡ് വരൂല, നോൺ ബ്ലൈൻഡ് ഫീമെയിൽ ഒരിക്കലും ഫീമെയിൽ ബ്ലൈൻഡ് വരൂല. അപ്പോൾ അങ്ങനെ ഡിസ്ജോയിന്റ് ആയുള്ള ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇതും കൃത്യമായിട്ട് ആലോചിച്ച് നോക്കാം. 2 ഫോൾഡ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജിസ്റ്റ് കണ്ടക്ട് എ സർവേ ഓഫ് 20 adults. She want to report the frequency distribution of the age of the survey respondent. The respondent were the following ages in year. Prepare a frequency tables. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 52 ഉള്ള ഏജിൽ എത്ര ആൾക്കാരുണ്ട് നോക്കിയിട്ട് നമ്മൾ ടാലി മാർക്കൊക്കെ എഴുതുന്നത്, കാരണം 20 ഡാറ്റ ഉണ്ട്. സോ നമ്മളൊരു ഇൻ്റർവെൽ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഏറ്റവും ചെറുത് കാണുന്നത് 19 ആണ്, ആൻഡ് ഒരു 63 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ 10 ഉള്ള ഇൻ്റർവെൽ വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. 10, 20, 20, 30 മുതൽ 60, 70 വരെ. ഇനി ഓരോന്ന് മാർക്ക് ചെയ്യാം, നോക്കിക്കും. 52, 34, 32 അല്ലേ, 52, 34, 32. 52 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, 34ഉം 32ഉം ഇതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ 3 എണ്ണമായ 29, 63, 40 എടുക്കുക. ഇനി നമുക്ക് 29, 63, 29 ഇതിൻ്റെ ഉള്ളിൽ വരും, 63 ഇതിൻ്റെ ഉള്ളിൽ വരും. ഇനി 40 ഇല്ലേ, 40 എവിടെ മാർക്ക് ചെയ്യേണ്ടത്? ആക്ച്വലി 40 നിങ്ങൾക്ക് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. പക്ഷെ 40 നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് എവിടെയാണോ അവിടെ. ഇതല്ലേ 40ൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. 40 ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് എവിടെയാണോ അവിടെയാണ് 40 മാർക്ക് ചെയ്യേണ്ടത്. റെഡി. ഇനി അടുത്ത് 48, 54. 48 നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, 54 നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് 36, 36, 24. അപ്പോൾ 36, 36, 24 ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നോക്ക് 19, 45, 20. 19 ഇതിൽ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തത് എന്താ
45 നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. ഇനി 20 വന്നില്ലേ, 20 ലോവർ ലിമിറ്റ് ആയി വരുന്നത് ഇവിടെ അല്ലേ, അപ്പോൾ 20 മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ. ഇനി അടുത്ത നോക്ക് 28, 29, 38. 28ഉം 29ഉം നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ആൻഡ് 38 നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. റെഡി, 5 എണ്ണാക്കുമ്പോൾ ക്രോസ് ചെയ്യാം കേട്ടോ. ഇനി 33, 49, 37. 33 ഇവിടെ മാർക്ക് ചെയ്യാം, 37 ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ നടുവിലുള്ളത് 49 നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്ക് ഫ്രീക്വൻസി ടോട്ടൽ എത്ര ഉള്ളത്, ഇവിടെ 1, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ 1, 2, 3, 3, 4, 7, 14, 5, 16, 1, 20 കറക്റ്റാണ്. അപ്പോൾ 20 ടോട്ടൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 20 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക. സെറ്റല്ലേ? ചില സമയത്ത് നിങ്ങളോട് പറയും ക്ലാസ് ഇൻ്റർവെൽ 10 ആയിട്ട് എടുക്കാൻ. ഇവിടെ അങ്ങനെ തന്നിട്ടൊന്നുമില്ല, നമ്മൾ ഇഷ്ടമുള്ളൊരു ഇൻ്റർവെലാക്കി സെലക്ട് ചെയ്തതാണ് കേട്ടോ, സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. റെഡി. ഇനി അടുത്തത് ബ്ലാങ്ക് ടേബിൾ. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ബ്ലാങ്ക് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ബ്ലാങ്ക് ടേബിൾ വരയ്ക്കുക? ഇവിടെ നോക്കി, ഇവിടെ ബാച്ച്, കാറ്റഗറി, സെക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾ ആദ്യം എടുക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനെ കോളായിട്ട്, അതായത് ബാച്ച് 3 ബാച്ച്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇനി നിങ്ങൾ എടുക്കുന്നത് ഇവിടെ കാറ്റഗറി ഉണ്ട്, സെക്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കാറ്റഗറിയാണ് എടുത്തത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്സ് എടുക്കാം, ജനറൽ, OBC, OEC എന്ന് പറഞ്ഞെടുത്തു. ഇനി അതിൽ തന്നെ നമുക്ക് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഡിവൈഡ് ചെയ്യണ്ടേ. ജനറലിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഞാൻ MFT എന്നേ കൊടുത്തുള്ളൂ, അതിൻ്റെ ഒരു ടോട്ടൽ. ഇനി OBCയിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതിൻ്റെ ഒരു ടോട്ടൽ. OBCയിലും അതേപോലെ തന്നെ, OECയിലും അതേപോലെ തന്നെ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതിൻ്റെ ഒരു ടോട്ടൽ. ഇവിടുന്നും ടോട്ടൽ മൊത്തത്തിൽ വരുന്നുണ്ട്, ഇവിടുന്നും ടോട്ടൽ മൊത്തത്തിൽ വരുന്നുണ്ട്. റെഡി. അപ്പോൾ ഇവിടെ കിട്ടുന്നതായിരിക്കും മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ ഒരു ടോട്ടൽ. ഇങ്ങനെയാണ് ബ്ലാങ്ക് ടേബിൾ വരച്ചു വെക്കുക. ഇതൊന്ന് കൃത്യമായി നോട്ട് ചെയ്യണം. ഇതൊക്കെ പെട്ടെന്ന് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ? റെഡി. അടുത്തതാ കൺസ്ട്രക്ട് എ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ ഫോർ ദി ഗിവൺ ഡാറ്റ. ഇതാണ് നിങ്ങൾക്ക് തന്ന ഒരു ഫ്രീക്വൻസി ടേബിൾ. ഇതിൻ്റെ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ഡാറ്റ വേണം. പെർസെൻറ്റേജ് ഫ്രീക്വൻസി കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100. ഇതാണ് എന്ത്, പെർസെൻറ്റേജ് ഫ്രീക്വൻസി. ഓരോന്നിൻ്റെ തൊട്ടോ പെർസെൻറ്റേജ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ നോക്കടാ, ഓരോന്നും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ തന്നെ ഇത് വെച്ചിട്ടുണ്ടല്ലോ. 30, 35 ആണ് ഫ്രീക്വൻസി 3. ഈ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഫ്രീക്വൻസി നോക്കിക്കേ, ഇതിൻ്റെ ഫ്രീക്വൻസി 3 അല്ലേ. അപ്പോൾ 3 ബൈ ടോട്ടൽ 60 ഇൻറ്റു 100. അപ്പോൾ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടിയാൽ നോക്ക്, 5. അപ്പോൾ 30, 35 വെയിറ്റിൽ വരുന്ന എത്ര ആൾക്കാർ, ഈ വെയിറ്റേജിൻ്റെ ഉള്ളിൽ വരുന്ന 5% ആൾക്കാരുണ്ട്. റെഡി. ഇനി അടുത്തത് ഇവിടെ 5 ആകുമ്പോൾ 5 ബൈ ടോട്ടൽ 60 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 5 ആകുമ്പോൾ 5 ബൈ 60 ഇൻറ്റു 100, 12 ബൈ 60 ഇൻറ്റു 100, 13 ബൈ 60 ഇൻറ്റു 100, 18 ബൈ 60 ഇൻറ്റു 100. അതേപോലെ തന്നെ 17 ബൈ 60 ഇൻറ്റു 100. ഇവിടെയൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ, 1 ബൈ 60 ഇൻറ്റു 100, 1 ബൈ 60 ഇൻറ്റു 100. സോ ഇതിലൊക്കെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. 5, 3 ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, ഇവിടെയൊക്കെ ഇവിടെ തന്നത് ഡാറ്റ 5, 1, 1. ഇവിടെ 5, 1, 1 കൊടുത്തത്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ആൻഡ് 7, 5 ഇവിടെ 5 അല്ലേ. അപ്പോൾ ഇവിടെ 5 ബൈ 60 ഇൻറ്റു 100 വരിക. അപ്പോൾ ഇതല്ല ആൻസർ വരിക. ഇവിടെ 1 ബൈ 60 ഇൻറ്റു 100, ഇവിടെ കറക്റ്റാണ്. ഇവിടെ 7 അല്ലേ വരുന്നത്, 17 അല്ല 7 ആണ് കേട്ടോ. 7 ബൈ 16 ഇൻറ്റു 100 ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ 8 ആണ്, 18 അല്ല 8 ആണ്. 8 ബൈ 60 ഇൻറ്റു 100. അപ്പോൾ ആ ചെറിയൊരു മാറ്റം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ സെയിം ആണ്, ആൻസർ ഇത് തന്നെ കിട്ടുക. അവിടെ 18 എന്നുള്ളത് 8 എന്നാക്കിയുള്ളത് മാറിപ്പോയതാണ്. സോ പ്രശ്നമല്ല. ഓക്കെ, റെഡി. അപ്പോൾ ഈ കാര്യവും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. റെഡി. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. റെഡി ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഇനിതാ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് വെച്ചിട്ട് നമുക്ക് ഒജീവൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സംഭവം ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എടുക്കും 35. ഇതിൻ്റെ അടിയിലുള്ള എത്ര ഫ്രീക്വൻസി ഉണ്ട് നോക്ക്. 30 to 35 വരുന്ന 3 അല്ലേ. അപ്പോൾ 35ൻ്റെ അണ്ടറിൽ വരുന്നത് 3. ഇതാ 40ൻ്റെ അണ്ടറിൽ വരുന്ന എത്ര ഉണ്ട് നോക്കും. 40ൻ്റെ അണ്ടറിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വരും. അതായത് 3ഉം 5ഉം. അപ്പോൾ 3ഉം 5ഉം എത്ര, 8. അത് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോന്നാൽ മതി. 3ഉം 5ഉം 8. അടുത്ത കിട്ടണമെങ്കിൽ ഈ 8ഉം 5ഉം ആഡ് ചെയ്താൽ മതി. 13ഉം 12ഉം ആഡ് ചെയ്താൽ 25, 13 ആഡ് ചെയ്തൊക്കെ 38, 8 എന്ന് പറഞ്ഞാൽ 46, പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 53, പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 58, പ്ലസ് 1 59, പ്ലസ് 1 60. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 18ൻ്റെ അണ്ടറിൽ വരുന്ന എത്ര ആൾക്കാരുണ്ട്, ഇത് മൊത്തം ഉണ്ടാവും 60. ആൻഡ് 75ൻ്റെ അണ്ടറിൽ വരുന്ന ഇത് മാത്രം ഉണ്ടാവില്ല, ഈ 1 മാത്രം ഉണ്ടാവില്ല, ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ 59. ഇനിയടാ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇങ്ങനെയാണ് നോക്കുക. 30യുടെ മുകളിൽ വരുന്ന എത്ര ആളുണ്ട് നോക്കുക. 30യുടെ മുകളിലാണ്
30യുടെ മുകളിലേക്കാണ് ഇത് മൊത്തം വരുന്നത്, അതായത് മൊത്തം ഫ്രീക്വൻസി ഉണ്ടാവും, വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് 60. ഇനി അടുത്ത 35ൻ്റെ മുകളിൽ എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ ഇതൊന്നും വേണ്ട, ഇതെല്ലാം വേണം, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ 3 മാത്രം ഉണ്ടാവില്ല. അപ്പോൾ 60 3 മൈനസ് ചെയ്താൽ മതി 57. അടുത്ത 57 ഈ 5 മൈനസ് ചെയ്താൽ മതി 52. 52 അടുത്തത് 5 മൈനസ് ചെയ്താൽ 47. 47 12 മൈനസ് ചെയ്താൽ 35. 35 13 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 22 കിട്ടുക. 22 8 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 22 മൈനസ് 8 14 കിട്ടുക. 14 7 മൈനസ് ചെയ്താൽ 7 കിട്ടുക. 7 5 മൈനസ് ചെയ്താൽ 2 കിട്ടുക. 2 1 മൈനസ് ചെയ്താൽ 1 കിട്ടുക. അപ്പോൾ നോക്കിക്കടാ, ഇതാ ഈ 75ൻ്റെ മുകളിലുള്ള എത്ര ആൾക്കാരുണ്ടാവും? 75ൻ്റെ മുകളിലുള്ള 1 ആൻഡ് 70യുടെ മുകളിലുള്ള എത്ര ആളുണ്ട്? 70യുടെ മുകളിലുള്ള ഈ 2 എണ്ണം അല്ലേ, അതാ 2. ആൻഡ് നോക്ക് 65ൻ്റെ മുകളിലുള്ള എത്ര ആൾക്കാരുണ്ട്? ഇതാ ഇത് 3. 5 + 1 + 1 ഇതാ 7. ഇനി അടുത്തതാ ഈ 60യുടെ മുകളിലുള്ള എത്ര ആൾക്കാരുണ്ട്? ഇത് 3 ഇതാ 7 + 5 + 1 + 1 അതായത് 14. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുക? ലെസ് ദാൻ CFും ഗ്രേറ്റർ ദാൻ CFും. ഇത് പഠിച്ചു വെക്കണം, ഇത് വെച്ച് നമുക്ക് ഒജി വരയ്ക്കാനുണ്ട്. ഇനി സം ഓഫ് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. റിലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ? F/N, ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി കേട്ടോ. റിലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ നമ്മൾ പറയാം? ഫ്രീക്വൻസി ഏതാണോ ഫ്രീക്വൻസി, നിങ്ങൾക്ക് ഏതിൻ്റെതാണോ ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി കേട്ടോ. ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി? സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത് നോക്കിക്കോ, ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൺസ്ട്രക്ട് എ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. അതായത് നിങ്ങൾ ക്ലാസ് ചെയ്ത ഫ്രീക്വൻസി ചെയ്ത റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇവിടെ വരുന്നത് 25 എല്ലാം കൂടി കൂട്ടിയാൽ. അപ്പോൾ എത്രയേ ഉള്ളൂ? 5/25 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. 5/25 എന്ന് പറയുമ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 0.2 ആയിരിക്കും. നിങ്ങളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക എന്തായിരിക്കും? 0.2. അതേപോലെ തന്നെ ഇവിടുത്തെ നിങ്ങൾ എഴുതി നോക്കുക 6/25, ഇവിടുത്തത് 3/25, ഇവിടുത്തത് 7/25 ആൻഡ് ഇവിടുത്തത് 4/25. ടോട്ടൽ എല്ലാം കൂടി ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, റിലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ സം എപ്പോഴും 1, പെർസെൻറ്റേജ് ഫ്രീക്വൻസിൻ്റെ സം എപ്പോഴും 100% അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ രീതിയിൽ പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.